ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ അദ്വൈത ദീപിക ഗഹനമായ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ അതിലേക്കൊന്ന് പ്രവേശിക്കുവാനുള്ള ഒരു സൂചന മാത്രം നമുക്ക് നൽകുവാനേ പറ്റുള്ളൂ. അപ്പോൾ ഗുരു നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ കാട്ടിത്തരുന്നതിന് വേണ്ടി ആണ് ഓരോ ഉദാഹരണങ്ങളൊന്നും തന്നെ നമുക്ക് അപരിചിതമായിട്ടുള്ളതല്ല, നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മളുടെ ഉപനിഷത്തിൻ്റെയും രീതി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തത്വമസിയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആ തത്വമസി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ്. ഓങ്കാരത്തിൻ്റെ വിശദമായിട്ടുള്ള വിവരണങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയും ഗുരു അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ സ്വപ്നത്തെ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനുള്ള ഒരു വഴി, നമ്മുടെ സ്വന്തം അനുഭവം. അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തന്ന് നമ്മൾ ഇത് ചെയ്യേണ്ടതല്ല, മറിച്ച് അത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നമ്മൾ നോക്കി അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ആ വിശകലനമാണ് പൊതുവെ നടക്കാതെ പോകുന്നത്. ഇപ്പം ജ്ഞാനമാർഗത്തിൽ അല്ലെങ്കിൽ വേദാന്ത മാർഗത്തിൽ പലർക്കും ഒരു വിഷമമുള്ളത്, അവരതൊരു ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് തോന്നാൻ കാരണം ഈ വിശകലന രീതി കൃത്യമായ രീതിയിൽ അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇത് വളരെ ലളിതമാണ്. ഇപ്പോൾ ഗുരു തന്നെയും പറയുന്നുണ്ട്, വേദാന്തം ഒന്നും കാര്യമായിട്ട് നമുക്ക് പഠിക്കുവാനില്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ജലത്തിൽ നിന്ന് ഈ ജലവും അതുപോലെ തന്നെ അതിൻ്റെ കുമിളകളും തിരകളും ഒക്കെ എപ്രകാരമാണ് വ്യത്യസ്തമല്ലാതെ ഇരിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ മതി. പക്ഷെ അത് പറയുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നുമ്പോഴും നമുക്ക് കുറച്ച് അതിൻ്റെ ആ മഹർഷിമാർ പോയ രീതി, ചിന്തിച്ചു പോയ രീതി നമുക്ക് സുപരിചിതമല്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് കുറച്ച് ഭയമുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഗുരു രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു പറയുകയാണ്, എന്ത്? നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ, വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം, കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്ത എന്നെ, വേറല്ല വീജിയിലിരിപ്പത് വാരിയത്രേ. അപ്പോൾ ഇവിടെ ഈ ദൃശ്യത്തെ, നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ, ഇവിടുത്തെ ഈ ദൃശ്യം നേരല്ല എന്ന് ഗുരു പറയുകയാണ്. എന്തുകൊണ്ട് നേരല്ല? ദൃക്കിനെ നമ്മളൊന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഒരു ദൃശ്യത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ദൃക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ദൃശ്യമുള്ളൂ. അപ്പോൾ ഈ ദൃശ്യത്തിൽ നമ്മൾ ഭ്രമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മാത്രം, രണ്ടുള്ളത് കൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത്. രണ്ടില്ലെങ്കിൽ പിന്നെ ദുഃഖമില്ല. അപ്പോൾ രണ്ടാമത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ദൃശ്യമാണ്. ദൃക്ക് ഉള്ളത് കൊണ്ടാണ് ദൃശ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ, വേറല്ല വിശ്വം അറിവാം മരുവിൽ പ്രവാഹം. ഈ വിശ്വം, ഇവിടെ നമ്മൾ വിശ്വത്തെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ ആയിട്ട് നമുക്ക് തനിയെ അതിനൊരു സത്ത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇതിനെ ശരിയായ രീതിയിൽ നമ്മൾക്ക് വിശകലനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പല സന്ദർഭങ്ങളിലും പല കൃതികളിലും ഒക്കെ ഈ ദൃക്കിനെയും ദൃശ്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വിശകലനം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ അദ്വൈത ദീപിക, കാരണം അദ്വൈതത്തെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്
ആണ് ഗുരു പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു തലമാണ്. ഈ വിശ്വം വേറെയല്ലാതെ, അപ്പം നമ്മൾ കാണുന്ന ഈ ലോകം, നമ്മൾ പൂർണ്ണമതഃ പൂർണ്ണമിതം എന്ന് പറയുന്ന മന്ത്രത്തിലും ഇതേ ആശയമാണ് വരുന്നത്. അത് പൂർണ്ണമാണ്, പൂർണ്ണമതഃ പൂർണ്ണമിതം. ഇത് ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നത് അതും പൂർണ്ണമാണ്. വെളിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഏതിൽ നിന്നാണോ ഇതുണ്ടായത് അതും പൂർണ്ണമാണ്. ഇപ്പോൾ രണ്ട് പൂർണ്ണങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ രണ്ട് പൂർണ്ണം എന്നുള്ളതല്ല, ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ അതിനെ നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട് രണ്ടായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ദൃശ്യം, നമ്മുടെ ഈ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അതിനെയാണ് ഗുരു അല്ല എന്ന് പറയുന്നത്. നമ്മുടെ ആധുനിക ശാസ്ത്രവും അത് ആ വഴിക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട്? അവരുടെ ഇതെല്ലാം ജഡമാണ്. പക്ഷേ അവിടെ എനർജി കൺസർവേഷൻ തിയറി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എനർജി മാത്രമാണുള്ളത്. നമ്മൾ പറയുമ്പോഴോ, ആത്മീയമായിട്ട് പറയുമ്പോൾ അതെല്ലാം ബോധമാണ്, ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ തലത്തിലേക്ക് ആധുനിക ശാസ്ത്രം ഉപകരണങ്ങൾ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഉള്ള തിരിച്ചറിവിലേക്ക് അവർ അടുക്കുകയാണ്. അതുകൊണ്ട് അവനവനെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.